അങ്ങനെ കഴിഞ്ഞ ദിവസം കുറച്ച് പുളി ഇത് അച്ചാറിടാൻ പോകും കേട്ടോ. അപ്പോൾ എന്തായാലും പുളി നല്ലോണം കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ തോർന്നതിന് ശേഷം അത് ഇങ്ങനെ ചെറിയ പീസാക്കി മുറിച്ചിട്ടിട്ടുണ്ട്. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിനകത്ത് ഇച്ചിരി ഉപ്പും കാന്താരിമുളകും കൂടി ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ടിട്ട് ഒരു ദിവസം കംപ്ലീറ്റ്ലി വെക്കുക. ഞാനത് ഉച്ചയ്ക്ക് കുറച്ച് പുളി പിറ്റേ ദിവസം രാത്രിയായിട്ട് അച്ചാർ ഇടുന്നത്. ഭയങ്കര സിമ്പിളായിട്ടുള്ളതാണ്. നമ്മളിതിനകത്ത് നല്ലെണ്ണ വിനാഗിരി അച്ചാർ പൊടി ഒന്നും യൂസ് ചെയ്തിട്ടില്ല. ആകപ്പാടെ വെളിച്ചെണ്ണയും മുളക് പൊടിയും മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. പക്ഷെ എന്നാലും ഇത് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ 2-3 മാസം സുഖമായിട്ട് ഇതിരിക്കും. അപ്പോൾ അങ്ങനെ പിറ്റേ ദിവസം ഞാനത് എടുത്ത് നോക്കിയപ്പോഴത്തേക്കും ഇതിൻ്റെ വെള്ളം സാധനങ്ങളൊക്കെ ഇറങ്ങി കണ്ടോ, ഈ ഒരു പരുവത്തിലെത്തും. ഒരു പാൻ എടുക്കുക, ഇച്ചിരി വെളിച്ചെണ്ണ വയ്ക്കുക, കടുക് പൊട്ടിക്കുക, കരിവേപ്പില ഇടുക, പിന്നെ ഞാൻ ഇച്ചിരി ഇടിച്ച മുളക് പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ പുളിയും കൂടി അതിനകത്ത് ആഡ് ചെയ്യുക. പിന്നെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് മുളക് പൊടിയും ഇച്ചിരി കായപ്പൊടിയും ആഡ് ചെയ്യുക. ഉപ്പ് നമ്മൾ ഓൾറെഡി തലേ ദിവസം ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉപ്പും കൂടി നോക്കിയിട്ട് നമുക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ടെടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഇത്രയേ ഉള്ളൂ പരിപാടി. 2 മിനിറ്റിൽ നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇത് 3-4 മാസമൊക്കെ ഫ്രിഡ്ജിലൊക്കെ ആണെങ്കിൽ ഇരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോ കാണാം.